ദേ എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ വന്നപ്പം അവിടെയുള്ള പൂച്ചേട്ട എന്താ പേര്? ചാച്ചു. ചാച്ചു ചാച്ചു ഒരു പാവം ഇതുവരെ അടങ്ങി അവിടെ കിടന്നുറങ്ങി കഴിഞ്ഞു. ചാച്ചു ചാച്ചു ഒരു കുഴപ്പമില്ല കേട്ടോ. ഞങ്ങളുടെ വീട്ടിലുണ്ട് ഒരു പാപ്പുവാന്ന് സൈലന്റ് ആക്കടോ അരുണേ. അപ്പൊ ഞങ്ങളെ വീട്ടിലുണ്ട് ഒരു പാപ്പു. അത് ഞാൻ എപ്പോൾ വീഡിയോ എടുക്കുകയാണെങ്കിലും ഓൻ അവിടെ മൊബൈൽ കണ്ടേ പറ്റുള്ളൂ, അല്ലാണ്ട് ഒരു സമാധാനം ഉണ്ടാവില്ല. അതാണ്. അപ്പൊ ചാച്ചുമി അപ്പൊ ഓക്കെ. കൊടയാണ്, നല്ല മഴയാണ്, ഒടുക്കമലത്തെ തണുപ്പുമാണ്. വിറയ്ക്കുക പുറത്തിറങ്ങിയിട്ട്. ഇതേ അങ്ങോട്ട് കോട നോക്കി ഞങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. നല്ല കോട മൂടി. മറ്റേ സലീം കുമാർ പറഞ്ഞതിൻ്റെ അതിൽ എന്തായാലും ഇടാൻ പറഞ്ഞത് സ്മോക്ക് ഇടും. സ്മോക്കാണ് മൊത്തമായിട്ട്. സ്മോക്ക് മാത്രമല്ല ഗൈസ്, നല്ല മഴ, നല്ല തണുപ്പു. മോനിങ്ങനെ വിറച്ചുണ്ടാകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങിയതായിരുന്നു. പക്ഷെ പൊതുവേ ഈ ചുരത്തിലെന്ന് പറയുന്ന നിറച്ചും വണ്ടിയും ആൾക്കാരും ഒക്കെയാണ്. പക്ഷെ ആരുമില്ല, മഴ ആയതുകൊണ്ടും കോട ആയതുകൊണ്ടും. അപ്പം അങ്ങനെയാണ്. അപ്പം ചുരത്തിലനുസരിച്ച് കോട കണ്ടില്ല. ഇങ്ങനെ നമ്മൾ ഫോണിലൂടെ കാണുമ്പോഴല്ല ഗൈസ്, നേരിട്ട് കാണാൻ വളരെയധികം കോടയാണ്. സ്മോക്കാണ് ഗൈസ്, സ്മോക്ക്. നല്ല അടിച്ചാമ്പൊളിമായ. ഇപ്പോഴാണ് ന്യൂസ് കാണുന്നത് കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. കോഴിക്കോടും അല്ല വയനാടും അല്ലാത്തതിൻ്റെ രണ്ടിൻ്റെയും നടുക്കാണ് നിൽക്കുന്നത്. അപ്പം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല കോടയാണ്. ബ്ലോക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി മുമ്പോട്ട് എന്താണെന്നുള്ളത് പറയാൻ ബ്ലോക്കിനെ പറ്റി പറഞ്ഞിട്ടുള്ളായിരുന്നു. തേ കിടക്കുന്ന ബ്ലോക്ക് നല്ല ബ്ലോക്കാണ് ഗൈസ്. ടങ്ങ് വരെ വാഹനങ്ങളുടെ ബ്ലോക്കാണ്. എന്തോന്ന് പറയല്ലേ, മുഴുവൻ നനഞ്ഞാൽ കുളിരില്ല എന്ന് പറയലുണ്ട്. നമുക്ക് ചെറിയ ചാറ്റൽ മഴ അടിക്കുമ്പോൾ നമുക്ക് തണുപ്പുണ്ടാവും. മൊത്തമായിട്ട് നനഞ്ഞാൽ നമുക്ക് കുളിരില്ല. അതൊരു പയം ചൊല്ലാണ്. പഴയ ചൊല്ലി ഇപ്പൊ പുതുതായിട്ട് പറഞ്ഞതാണ്. ചെറിയൊരു വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ല, ഒരു അരുവി കണ്ടപ്പോൾ നോക്കിയിട്ടുണ്ട്. എന്മാതിരി സ്പീഡ് കുത്തി ഒഴുകുകയാണ് ചെയ്യുന്നത്. ഭയങ്കര തന്നെ കേട്ടോ. മോളേക്കൊക്കെ റബ്ബർ തോപ്പാണ്. ഞാൻ നന്നായിട്ട് നനഞ്ഞു ഗൈസ്, ഞാൻ നന്നായിട്ട് നനഞ്ഞു. ഫുഡ് കഴിക്കാൻ കയറിയതാണ്. പാട്ട് ചിലപ്പോൾ കോപ്പി റൈറ്റ് കിട്ടും. ഇപ്പോൾ പാട്ടൊന്നും മന്തി
ഞാൻ ഹണി അൽഫാം, പെരി പെരി, മോന് എന്തെങ്കിലും ഷവായ. ഇതിന് സ്പെഷ്യലായിട്ട് കിട്ടുന്ന അച്ചാറ്, മണക്കൂസ്, അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിട്ടോ. നമ്മളറിയാതെ മറ്റൊരാൾ നമ്മുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നത് ഇത്ര മോശമായിട്ടുള്ള സംഭവമാണ് അല്ലേ? എന്നോടൊക്കെ ആര് ഫോട്ടോ ഞാൻ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ ആരുടെ കൂടെ ആണെങ്കിലും ഞാൻ സമ്മതിക്കുന്നതാണ്. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയ സമയത്ത് സൈഡിലിരിക്കുന്ന പിന്നെ ടേബിളിലുള്ള ആൾക്കാർ ഫോൺ ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ എന്താ പറയുക, അറിയാത്ത നമ്മൾ ക്യാമറ ഉപയോഗിക്കുക, ഈ ക്യാമറയായിട്ട് നടക്കൽ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ വർഷങ്ങളായി. എന്ത് പറഞ്ഞാലും ഒരു 6 വർഷമായി ഈ ക്യാമറയായിട്ട് നമ്മൾ ഇടപെട്ട് നടക്കുന്നു. അപ്പോൾ ഒരു ക്യാമറ ഏതൊരു ആംഗിളിൽ പിടിക്കുന്ന സമയത്തും പുറത്തൊരാളെക്കാട്ടിലും നമുക്കത് മനസ്സിലാവും, ക്യാമറ ഡീൽ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളിങ്ങനെ ബസ്സുകാർ നമുക്കഥ പറയാ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് എടുത്ത്, അപ്പം ഞാനും അരുണും മോനും നിരന്തരം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കണ്ടപ്പം മെല്ലെ താത്തി പിടിച്ചു. അപ്പോൾ മോനും പറഞ്ഞു, നിങ്ങളെ വീഡിയോ ഫോട്ടോ അങ്ങോട്ട് എടുത്ത വീഡിയോ ആയിരിക്കും, കാരണം ഫോട്ടോ അങ്ങനെ എടുക്കൂലല്ലോ. അപ്പം പെണ്ണുങ്ങൾക്ക് അറിയാം എന്നെ. അതേമാതിരി അവിടെ നമ്മൾ ചെല്ലുന്ന സമയത്ത് തന്നെ ഒരു എൻ്റെ നാട്ടുകാരിയാണെന്ന് പറഞ്ഞു. ഞാൻ പൂനൂരാണ്. പവയിലത്തുള്ള ഒരു കുട്ടി എന്നോട് ചോദിച്ചു, ജസ്റ്റ് ഞാനല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ആണെന്ന് പറഞ്ഞു. നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങുന്ന സമയത്ത് എന്നോട് ചോദിച്ചു ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അതിനെന്താ എടുത്തോളി എന്ന് പറഞ്ഞു. അതൊക്കെയാണ് സ്റ്റാൻഡേർഡ് മാന്യത എന്നൊക്കെ പറയുന്നത്. ഇത് അറിയാതെ നമ്മുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കേണ്ട എന്താ ആവശ്യം? നമ്മൾ സമ്മതിക്കൂല അളിയാ, നമ്മളൊക്കെ സാധാരണക്കാരല്ലേ. അതെന്ത് സീറ്റ് ഇങ്ങോട്ട് കഴിഞ്ഞെടുത്തേക്ക് സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞപ്പോൾ ചേടാ എനിക്കത് അങ്ങോട്ട് ഓടിയില്ല കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ സാധാരണക്കാരാണല്ലോ. അപ്പോൾ ബസ് കയറുമ്പം നമ്മൾ പറയും സെലിബ്രിറ്റിയാണ്, ഒന്ന് മാറി തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കൽ ഇവൻ മാറി തന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിന് നിന്നെ RTO വിളിപ്പിച്ചിനോടാ? ചേടാ അതിന് RTO വിളിപ്പിച്ചു. അപ്പം എനിക്ക് ലൈസൻസ് ഉണ്ടോ ഇല്ലയോ എന്നാണ് പലരുടെയും ഡൗട്ട്. ഉണ്ടാക്കാനാ. അപ്പം അങ്ങനെയാണ് ഫുഡൊക്കെ കഴിച്ച് ഇനി വീട്ടിലേക്കാണ് നേരിട്ട്. നമുക്ക് മീനോ ചിക്കനോ കണ്ടും മേടിക്കണം കേട്ടോ. ഇവൻ പുലർച്ചെ പളനിക്ക് പോകും. അന്നപ്പം നമുക്ക് കുക്ക് ചെയ്യാൻ മോനുണ്ട് കേട്ടോ. എനിക്ക് മോനും സൈക്കിളും ഉള്ളിടത്തോളം കാലം എനിക്ക് എവിടെയും പേടിക്കേണ്ട ആവശ്യമില്ല. മോളെ പ്രിയ, നിനക്കൊരു ചലഞ്ചാണ്. ഒരു ദിവസം എൻ്റെ മോനെ ഒന്ന് കൊണ്ടുവച്ച് പോറ്റാൻ നിന്നെ കൊണ്ടാവുമോ? പോവുക മോനെ? ഇങ്ങി കേട്ടോ, ഫുഡ് വാങ്ങി തരുവാണെങ്കിൽ പോവാം. അപ്പോൾ നിനക്ക് കൊണ്ടുപോകാൻ പറ്റിയെങ്കിൽ ഇനി കൊണ്ടോ. ഇനി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഉച്ചക്ക് തിരിച്ചുണ്ടാക്കരുത്, ഒരു ദിവസം ഫുള്ളായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ കൊണ്ടുപോകണം. രാവിലെ തൊട്ട് പിറ്റേന്ന് രാവിലെ വരെ. അന്നെ കൊണ്ട് പോറ്റാനാവുമോ? അതും കൂടി ഒന്നും പറയണം കേട്ടോ. അനക്കേതായാലും ഒരു കുഞ്ഞിനെ പോറ്റാനുള്ള ഇഷ്ടമൊക്കെ ഉണ്ടാവും എന്ന് എനിക്ക് വിചാരിക്കുന്നു. അങ്ങനെയാണ് എൻ്റെ കൊച്ചിനെടുത്തോടാ. 15 വയസ്സായിട്ടേ ഉള്ളൂ. മനസ്സിലാവും. ഞാനാണ് അമ്മ എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. നിനക്ക് മനസ്സിലാവൂലേടാ? ഞാനല്ലേ തന്നെ പറയും എൻ്റെ ഭർത്താവിന് ആദ്യത്തേലുണ്ടായ മോനാണ്. അപ്പം നിങ്ങൾ ഒരു സലീം വേറെ വിവാഹം കഴിച്ചിക്കോ? കഴിച്ചിക്കോ അപ്പം എന്താ? കാക്ക കേൾക്കണ്ട, ഓടിച്ചിട്ട് തല്ലും. അപ്പം അങ്ങനെയാണ്. കാക്ക എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാട്ടോ. ഞാൻ എവിടെയും കാക്ക എന്ന് പറയും. എൻ്റെ ഇളയ പെങ്ങളുണ്ടായി. ഇളയ പെങ്ങള്
കാക്ക ഗൾഫിൽ പോയ സമയത്ത് സിം എടുത്തപ്പം എന്നെ മാത്രമേ വിളിച്ചിട്ടുള്ളായിരുന്നു. പെളയ പെങ്ങളെ മോളും പറഞ്ഞ് ജസ്റ്റ് ഞാൻ നമ്പറൊന്നും അയക്കിയത്. അപ്പം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ട് എൻ്റെ കാക്കാന്ന് പറഞ്ഞിട്ട. അന്ന് എൻ്റെ പെങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെത് തന്നെ ആടോ, വേറെ ആരുതോ അല്ല, ആരുടെ ആയിട്ട് കൂടെ പോവുകയില്ലെങ്കിൽ ടെൻഷനാവണ്ടെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ്. അപ്പം നേരെ വീട്ടിലേക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഒരുപാട് നേരം സംസാരിക്കാൻ പറ്റില്ല. മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്ക് അങ്ങനെയാണ്. പിന്നെ AC ഇട്ട് ട്രാവലിങ്, തണുപ്പ്, ഞാനാകെ മഴ കൊണ്ട് നനഞ്ഞ് കിടക്കുക ഗൈസ്. ഇപ്പോൾ AC റൂം കയറുകയും കൂടി ചെയ്തപ്പം ഇവൻ കോഴി വിറയ്ക്കും പോലെ വിറയ്ക്കുക. നമ്മൾ പിന്നെ പുറത്ത് കാണിക്കില്ല എന്നുള്ളതേ ഉള്ളൂ. ഓനും ഷർട്ടൊക്കെ മാറ്റിയതാ. എനിക്ക് മയത്ത് റീൽസ് എടുക്കണം എന്ന് പറഞ്ഞ്, പക്ഷെ ഒരു പോയയുടെ സൈഡിലായിരുന്നു. അതുകൊണ്ട് ഒരു സൗണ്ടും കേൾക്കാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും ഇട്ടേച്ച് പോകുന്നു. അധികം പണ്ടി കയറി. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ചിക്കനോ മീനോ കണ്ടും മേടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകണം. എൻ്റെ പിള്ളേർക്ക് വെക്കേഷൻ സമയമാണ്. ഇവിടെ ചുരിദാർ അങ്ങ് നല്ലതുണ്ടോ? ഇതല്ലേ ഞാൻ വാങ്ങുന്ന ഷോപ്പ്? ഇതല്ലേ ഞാൻ വാങ്ങുന്ന ഷോപ്പ്? ഏത്? ഇത് അടിപൊളി ടോപ്പുകളുണ്ടല്ലോ അവിടെ. അപ്പം അങ്ങനെയാണ്. അപ്പം എല്ലാവരോടും വീഡിയോസ് ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി വീട്ടിൽ പോവുക, ഒന്ന് കുളിച്ച് ഫ്രഷാകുക, കിടന്നുറങ്ങുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഇന്നത്തെ ഒരു ഡേ മുഴുവനായിട്ട് ഒറ്റടിക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റൂല. 2 പാർട്ടായിട്ടാണ് ഞാൻ എത്തിക്കുക. അപ്പം അങ്ങനെയാണ്. അപ്പം എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ഒരു ബൈ പറ. ഭയങ്കര ഡിമാൻഡാണ്. അപ്പം ബൈ. എല്ലാവരും വെയിൻ മുറിക്കാറല്ലേ ഉള്ളൂ. ഞാൻ വെയിൻ കുത്താറാണ് പതിവ്. നല്ല തലവേദനയായിരുന്നു. നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നു. ഒരു 4-5 കുത്ത ഒരു കുത്തി നോക്കി, എവിടെയും കിട്ടുന്നില്ല. ഒടുക്ക സെൻട്രൽ വെയിൻ കുത്തി മരുന്ന് കയറ്റിക്കൊണ്ടിരിക്കുക. അനങ്ങരുത് എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ കൊന്നാലും അനങ്ങൂല. ഇത്ര കുത്ത് കുത്തിയെന്നറിയോ ഗൈസ്? കാലിനൊരു 4 കുത്ത്, കൈക്കൊരു 3 കുത്ത്. കൊണ്ടിക്ക് കുത്തി അത് വേറെ മരുന്നിടാനാണ്. പക്ഷെ വെയിൻ കിട്ടാനിട്ട് എത്ര കുത്താ കുത്തിയത്? സെൻട്രൽ വെയിൻ ആരും കുത്തല്ല, പക്ഷേ എമർജൻസി വെയിനാണ് അത്. വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് കുത്തിയതാണ്. അനങ്ങരുത് എന്ന് പറഞ്ഞു കണ്ടത്.